അമ്മ എന്ന് വിചാരിച്ച് ഒരു കുഞ്ഞുങ്ങളുടെ വേദന എന്താന്ന് കണ്ണി കണ്ടൊരു വ്യക്തിയാണ് ഞാൻ. ആ ഒരു ബഹുമാനം ഞാൻ എല്ലാ കുഞ്ഞുങ്ങൾക്കും കൊടുക്കുന്നുണ്ട്. കുഞ്ഞുങ്ങൾ നോവിക്കരുത്, അത് മാത്രം ലോകത്തിലെ ഏറ്റവും വലിയ ശിക്ഷ. അതുകൊണ്ട് മാത്രമാണ് ഇന്നും ഞാൻ ആ വ്യക്തിയെ പറയാതിരിക്കുന്നത്. സാധനം വന്നു, അത് വേറൊരു രീതിയിൽ കളറാക്കി, അത് ഇപ്പം 3 കോടി തട്ടിയെടുത്തവർ, പിന്നെ അതേപോലെ തന്നെ ഹണി ട്രാപ്പ്, എന്തൊക്കെ ഗോസിപ്പുകളാണ് സത്യം പറഞ്ഞാൽ വന്നത്. എന്നെ ഇഷ്ടപ്പെടുന്ന എന്റെ സോഷ്യൽ മീഡിയയിൽ എന്റെ കുറെ ആൾക്കാരുണ്ട്, എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ. അവരുടെ സപ്പോർട്ട് സീരിയസ്ലി നമ്മൾ മരിക്കാൻ പോകുന്ന ആൾക്കാരെ പോലും തിരിച്ച് കൈപിടിച്ച് കൊണ്ടുവരുന്ന നമ്മുടെ വീട്ടുകാരെ പോലെ പിടിച്ചു നിൽക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അതെ, ആൾക്കാരാണ് റസൂൽ പൂക്കുറ്റി, പിന്നെ നമ്മുടെ ഫിറോസ് ഭായ് പറഞ്ഞിട്ടുള്ള ഏതോ കുറച്ച് കാമുകന്മാരൊക്കെ. ഓക്കെ, ഡയറക്ടർ, പ്രൊഡ്യൂസർ, അയൽവാസി, ഇങ്ങനെ കുറച്ച് പേര്. എല്ലാവർക്കും നമസ്കാരം. ഈ സജിന ഫിറോസ് ഫിറോസ് ഇല്ല, സജിന നൂർ ഇപ്പൊ എയറിലാണ്. സ്വന്തമായിട്ട് കുഴിച്ച കുഴിയിൽ തന്നെ ചാടി കയറിയിരുന്ന് മണ്ണ് വാരി തലയെ കൂടി ഇട്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. കുറെ പേർക്ക് ചിലപ്പോൾ ഒരു ഡൗട്ട് കാണും, ഇവിടെ സജിനെ പറയുമ്പോൾ റസൂൽ പൂക്കുറ്റി നല്ലവനാണെന്ന്. അവൻ വെറും ചെറ്റയാ. ഇവള് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് അവനും. അതിൽ വേറെ മാറ്റമൊന്നുമില്ല. സ്വന്തമായിട്ടൊരു ഭാര്യ ഇരിക്കുന്ന സമയത്ത് വേറെ എടുത്തിരുന്ന് അവരാധിക്കാൻ പോയ അവൻ ലോക ചെറ്റയാ. ഓക്കെ, അതിൽ വേറെ മാറ്റമൊന്നുമില്ല. പിന്നെ സജിന എന്തുകൊണ്ടാണ് കൂടുതലായിട്ട് ഏറി പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ആരോപണത്തിന് പിന്നാലെ അവൾ ഫേക്കായിട്ട് അടുത്തത് അടിച്ചിറക്കും. അവളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ കൊണ്ട് ഒരു സാധനം പോസ്റ്റ് ചെയ്ത്, എന്നിട്ട് അവൾ ഇപ്പുറത്ത് വന്ന് പറയുന്നു അത് അവളല്ല, ഹാക്ക് ചെയ്തതാണ്, നമ്മൾ മറ്റേ ചോറല്ല തിന്നുന്ന. ഓക്കെ, അതുകൊണ്ട് കൂടുതൽ കടന്ന് വരാതിരിക്കുന്നതായിരിക്കും നല്ലത്. അങ്ങനെ ഓരോന്നും വന്ന് മറിച്ചും തിരിച്ചും പറഞ്ഞ് ഫെയിംഷപ്പിൽ പോയി ഒരു ഇന്റർവ്യൂവും കൊടുത്ത് ഇപ്പൊ ആകെ മൂഞ്ചി തിരിഞ്ഞ് കമ്പി തിരിയായി. ഫിറോസ് ആണെങ്കിൽ എല്ലാ സകലമാനങ്ങളുടെ ഉടായി കൊടുത്ത് അങ്ങോട്ട് അടിച്ച് അണ്ണാക്കി കൊടുത്ത്. ഇനി എന്നാ നീ പറയും? നീ എന്നാ പറഞ്ഞാൽ യൂട്യൂബേഴ്സ് മറ്റേ ഞണ്ണാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിനക്കെതിരെ ഗോസിപ്പ് അടിച്ചിറക്കണം. തേങ്ങ കൊല. ഞാൻ ഒരു തേങ്ങയും കാണാതെ ഞാൻ സംസാരിക്കത്തില്ല. എൻ്റെ കയ്യിൽ ഡിജിറ്റൽ എവിഡൻസ് അടക്കം ഇരുന്നിട്ടാണ് ഞാൻ സംസാരിച്ചത്. മനസ്സിലായ സജിന? നീ എന്നെ കൊണ്ട് ബാക്കിയും കൂടി വാ തുറപ്പിക്കുകയാണ് ഇപ്പൊ ചെയ്യുന്നത്. ഓക്കെ, ഫിറോസ് വന്ന് വീഡിയോ ഇട്ടപ്പോൾ നിനക്ക് ഇനിയൊന്നും പറയാനില്ല. നീ ഇന്റർവ്യൂ കയറി അങ്ങ് കൊണച്ചു കൊടുക്കുന്നുണ്ടല്ലോ ഫെയിംഷപ്പില്. ഓക്കെ, നമ്മൾ യൂട്യൂബേഴ്സ് എന്താ മാങ്ങാത്തൊലി ഉണ്ടാക്കി നമുക്കെതിരെ കേസിന് പോകുന്നു. നീ കേസിന് പോകണം. നീ കേസിന് പോയേ പറ്റത്തുള്ളൂ. നീ കേസിന് പോകണം. കേസിന് പോകുമ്പോൾ ഫിറോസിനെയും കൂടി അവിടെ വരുത്തണം. ഫിറോസിനെതിരെയും കേസ് കൊടുക്കണം. കാരണം നമ്മളെക്കാളും അലിഗേഷൻസ് എടുത്തിട്ടത് ഫിറോസ് ആണല്ലോ, തെളിവ് സഹിതം. എന്ത് നിനക്കെല്ലാം പറയാനുണ്ട്? ഇനി AI ആണോ, ജെമിനി, ChatGPT എന്തെങ്കിലുമൊക്കെ ആണോ? ഹാക്ക് ചെയ്തതാണോ? ഫിറോസിന്റെ അക്കൗണ്ട് ഹാക്ക് ചെയ്തതാണോ? അണ്ണാക്കി പിരിവെട്ടിയാ നിനക്ക്? അതുകൊണ്ട് സംസാരിക്കുമ്പോൾ സൂക്ഷിച്ച് സംസാരിക്കണം. നിനക്കറിയാം നീ ചെയ്തിട്ടുള്ള മഹാ ഉടായ്പകളാണെന്ന്. എന്നിട്ട് നീ വന്നിരുന്നിട്ട് നമ്മളെ പോലുള്ള അമ്മമാര് മറ്റേ പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് കുണയ്ക്കുന്നതെന്നുള്ള സാധനം നീ ചൊരണ്ടി അടിക്കുമ്പോൾ സൂക്ഷിച്ചില്ലെങ്കിൽ അണ്ണാക്കിൽ ഇതുപോലെ കിട്ടും. അറ്റ്ലീസ്റ്റ് നീ ചെയ്തിട്ടുള്ള തെറ്റാണെന്ന് മനസ്സിലാക്കി നീ വാർജ് മിണ്ടായിരുന്നെങ്കിലും നിനക്ക് ഈ ഗതി വരത്തില്ലായിരുന്നു. ഓക്കെ, പകരം നീ എന്നെ പോലുള്ള അമ്മമാരെ ചൊറിഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ മറ്റേ കാശിന് വേണ്ടിയിട്ട് ഇല്ലാത്ത ഗോസിപ്പ് അടിച്ചിറക്കണ ഗോസിപ്പ് ചാനലാക്കി മാറ്റാൻ വേണ്ടി നീ ശ്രമിച്ചു. അതിലുള്ള ഒന്നും കാണാതെ വന്നിരുന്ന് കൊണക്കത്തില്ല കേട്ടാ. ഇനി മന്ത്രിയുടെ അടുത്ത് പരാതി കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നു, നല്ല കാര്യം. അദ്ദേഹം അന്വേഷിക്കണം. അദ്ദേഹം അന്വേഷിച്ചേ പറ്റത്തുള്ളൂ. പല കാര്യങ്ങളടക്കം പുറത്ത് വരും സജിന. ഇതൊന്നുമല്ല, ഒരു ലക്ഷ്മിയുടെ കേസ് എടുത്തിട്ടുണ്ടായിരുന്നു, ഡ്രഗ്സിന്റെ കേസ്. ഫിറോസ് പുറത്ത് വരണം, പുറത്ത് കൊണ്ടുവരും കേട്ടാ. നമുക്കെല്ലാം കാണാം. എന്തായാലും മുഖ്യമന്ത്രിയിലേക്ക് തന്നെ പരാതി കൊടുത്തത് നന്നായി. നമുക്ക് അവിടെ പോയിട്ട് ഇനി സംസാരിക്കാം. എന്നെ അവിടെ വിളിക്കില്ല, എന്നെ സ്റ്റേഷനിലായിരിക്കും വിളിക്കുന്നത്. നമുക്ക് അവിടെ ഇരുന്ന് സംസാരിക്കാം ബാക്കി. ഓക്കെ, അപ്പൊ കുറെ ഉണ്ട് സംസാരിക്കാനായിട്ട്. നല്ല അടയും ഫോണയായിട്ടുണ്ട്. സജന, യു ആർ വെറി ഗ്രാറ്റ്. നിന്റെ കുഴി നീ തന്നെ തോണ്ടി. ഇനി ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോ ഇട്ട സമയത്ത് അതിന് താഴെ വന്നിട്ടുള്ള ഒരു കമന്റ് ഞാനൊന്ന് വായിക്കാം. ഫിറോസ് ആൻഡ് സജിന ബോത്ത് ആർ ഫ്രോഡ്. ഫിറോസ് ചെയ്ത തന്തയിലായ്മ സജിനയിലൂടെ കാലം മറുപടി കൊടുത്തു. ഐ ആം ദെയർ നൈബർ. അതുൽ ഇവർ വീട് വെച്ച കാര്യം പറഞ്ഞല്ലോ. ആ പാവം കോൺട്രാക്ടറിന് രണ്ടുപേരും പൈസ കൊടുക്കാതെ മൂഞ്ചിച്ചു. ആ വീടിന്റെ ഇന്നത്തെ അവസ്ഥ. എന്നിട്ട് ഇവർ രണ്ടുപേരും കൂടി ആ വീടിന്റെ ജനൽ അടിച്ചു പൊട്ടിച്ചു. വീഡിയോ ഇട്ട് കേസ് വരെ ആയി. NS ഹോസ്പിറ്റലിൽ ഇവരുടെ ഡ്രാമ പൊളിഞ്ഞു. പക്ക ഫ്രോഡാണ് രണ്ടുപേരും. തീട്ട കേസാണിത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ കമന്റ് ചെയ്തിട്ടുണ്ട്. എനിക്കറിയത്തില്ല എന്ത് അത്യാവശ്യം വന്ന കമന്റ് ഞാനൊന്ന് ജസ്റ്റ് വായിച്ചു. റിപ്ലൈ പറ്റുമെന്ന് കൊടു കേട്ടാ. എന്റെ നെഞ്ചത്തോട്ട് പൊങ്കാലിടാൻ വരുന്ന ശരിയാക്കി തരാം. നമ്മൾ പൈസയ്ക്ക് വേണ്ടി ചെയ്തല്ലേ, ഇല്ലാത്ത ഗോസിപ്പ് അടിച്ചിറക്കിയല്ലേ. നീ തെളിയിക്കണം. ആ സകലമാന സാധനം ഫിറോസിന്റെ വീഡിയോയിലുണ്ട്. നീ അതിനുത്തരം പറ സജിന, നീ അതിനുത്തരം പറ. നീ ഉത്തരം പറഞ്ഞിട്ട് എന്നെ ജയിലിൽ കയറ്റ്. ഇനി വേറൊരു കാര്യം കൂടി ഞാൻ പറയാം. എന്നെ നീ സ്റ്റേഷനിൽ വരുത്തുകയാണെങ്കിൽ ഒന്നുകിൽ നീ എന്നെ തൂക്കാനുള്ള വകുപ്പുണ്ടാക്കണം, അല്ലെങ്കിൽ എന്റെ നാക്ക് നീ പുഴുതെടുക്കണം. ഇത് രണ്ടും നീ ചെയ്തില്ലെങ്കിൽ തിരിച്ച് ഞാനൊരു വരവ് കൂടി അങ്ങ് വരും. കേട്ടാ, പറയുമ്പോൾ നമ്മളെല്ലാം പറയണമല്ലോ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിച്ചെന്നേ ഉള്ളൂ. അപ്പൊ നമുക്ക് സജിനയുടെ ഫെയിംഷപ്പിലെ
ശാലുവുമായിട്ടുള്ള ആ ഇന്റർവ്യൂവിന്റെ കുറച്ച് ഭാഗങ്ങളൊന്ന് കാണാം. കുറച്ച് ഭാഗങ്ങൾ കണ്ടേ പറ്റത്തുള്ളൂ, അമ്മാതിരി ഭാഗങ്ങളാണ്, കാണാം. ആക്ച്വലി എനിക്കിപ്പം ശരിക്കും പറഞ്ഞ ഒരു വീഡിയോ പറയാനോ അല്ലെങ്കിൽ സംസാരിക്കാനോ ഉള്ള ഒരു സിറ്റുവേഷൻ അല്ല ഞാൻ. പക്ഷേ ഇപ്പം ഞാൻ വന്ന് പറഞ്ഞില്ലെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ലീഗലി എല്ലാം മൂവ് ചെയ്തിട്ടുണ്ട്. പക്ഷെ കുറെ പേര് കുറെ കഥകളും കുറെ അനാവശ്യങ്ങളും പറഞ്ഞ് കുറെ വീഡിയോസ് വെളിയിൽ വന്നുകൊണ്ട് അതിന്റെ ഒരു വശം മാത്രം കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ലീഗലി പോയാലും ഇത് പുറത്തറിയാൻ പോകുന്നില്ല. അപ്പം അതിന്റെ ഒരു മറുവശം കൂടെ എന്റെ ഭാഗത്തുനിന്നുണ്ടായ കാര്യങ്ങൾ പറഞ്ഞില്ല എങ്കിൽ ഞാൻ മാത്രമല്ല എന്റെ കുഞ്ഞുങ്ങൾ, മറ്റു ഫാമിലി എല്ലാവർക്കും അത് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടായി. ഞാൻ എന്റെ ഒരു ഫാമിലി മാത്രമല്ല വേറൊരു ഫാമിലിയും കൂടെ അത് ഇൻക്ലൂഡായി ഭയങ്കര മാനസികമായിട്ട് വിഷമമുണ്ട്. അവരും ലീഗലി പോയിട്ടുണ്ട്, ഞാനും ലീഗലി നീങ്ങിയിട്ടുണ്ട്. അതിന്റെ എനിക്ക് പൂർണ്ണമായ വിശ്വാസമുണ്ട്. ഞാൻ മുഖ്യമന്ത്രിക്കാണ് ഞാൻ അപേക്ഷ കൊടുത്തത്. സാർ തീർച്ചയായിട്ടും ഞാൻ ഇതിനുള്ള സൊല്യൂഷൻ കണ്ടെത്തുന്നുണ്ട്. അതിനുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ മൂവ് ചെയ്തിട്ടുണ്ട്. സൈബർ അറ്റാക്ക് അത് തുടങ്ങി എന്നെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളും തീർച്ചയായിട്ടും ശിക്ഷ കിട്ടേണ്ടവർക്ക് ശിക്ഷ മേടിച്ചു കൊടുത്തിട്ടേ ഞാൻ ഇറങ്ങത്തുള്ളൂ. പക്ഷെ ആർക്ക് ശിക്ഷ കിട്ടുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എന്തായാലും കൊള്ളാം. സൈബർ അറ്റാക്ക്, ചൂഷണം ചെയ്തു, ഇല്ലാത്ത കഥ പറഞ്ഞുണ്ടാക്കി നമ്മുടെ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. നല്ല കാര്യം. ഇനി പരാതി കൊടുക്കുമ്പോൾ ഫിറോസ് ഭായിയും കൂടി ചേർത്തങ്ങ് കൊടുക്കണം കേട്ടാ. വേറൊന്നും കൊണ്ടല്ല, അങ്ങേര് ഇന്നലെ കുറെ അലിഗേഷൻസ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു, തെളിവ് സഹിതം. അതിനും കൂടി ചേർത്ത് വേണം സജിനെ പരാതി കൊടുക്കുമ്പം കൊടുക്കാൻ. പറഞ്ഞില്ലെങ്കിൽ നമ്മൾ പിന്നെ നഗീരത്തിനായിരിക്കുന്നു. ഇനി എന്തെങ്കിലുമൊക്കെ നാടകം ഇവിടെ ഇറക്കും, കൺഫേമാ. കരഞ്ഞു മിഴിച്ചും കൊണ്ട് നല്ല ഒന്നാം തരം നാടകങ്ങൾ ഇറക്കും. നിങ്ങൾ വെയിറ്റ് ആൻഡ് വാച്ച്. എനിക്കതേ പറയാനുള്ളൂ. നല്ല ഒന്നാം തരം നാടകം ഇവിടെ ഇറക്കും. ഇതല്ല ഇതിന്റെ അപ്പുറം ഇവള് കാണിക്കും. കാരണം എക്സ്പോസ് ആയി നിലനിൽപ്പില്ലാണ്ടായി. ഇവളെ ലിറ്ററലി ഫേക്ക് ആണെന്ന് ഫിറോസ് പക്കറ്റ് ഫേക്ക് മാത്രമല്ല അമ്പടി ചിഞ്ചിഞ്ചാക്കടിയാണെന്നും കൂടി നമ്മുടെ ഫിറോസ് നല്ല വെട്ടിപ്പായിട്ട് എക്സ്പോസ് ചെയ്തു. അതുകൊണ്ട് ആകെ മൊത്തം മൂഞ്ചിയിരിക്കുകയാണ്. ഇനി എന്ത് പറയും? എനിക്ക് അതാണ് കാണേണ്ടത്. ആദ്യം നീ പോസ്റ്റ് ഇട്ടിട്ട് മറ്റേ 9 വീക്കായെന്ന് പോസ്റ്റ് ഇട്ടിട്ട് നീ തന്നെ വന്ന് പറഞ്ഞു, അയ്യോ അത് പിന്നെ ഹാക്ക് ചെയ്യപ്പെട്ടു ഗായ്സ്. ഇനി നീ എന്ത് പറയും? എനിക്ക് കാണണം. ഫിറോസ് ഭായ് ഉറക്കപ്പിച്ചിരുന്ന് പറഞ്ഞെന്ന് പറയുമായിരിക്കും. കൊള്ളാം. പക്ഷെ എന്റെ പൊന്നടാവേ, നിനക്ക് ഞാൻ ഒരു ഓസ്കാർ വാങ്ങിത്തരും റസൂൽ പൊക്കുറ്റിയുടെ കയ്യിൽ നിന്ന്. അങ്ങേർക്ക് കിട്ടിയ ഓസ്കാർ വാങ്ങിച്ച് നിനക്ക് തരും. അങ്ങേർക്കല്ല കിട്ടേണ്ടത്, നിനക്കാണ് കിട്ടേണ്ടത്. 3 കോടിയാടി നീ ചോദിച്ചോ. 3 കോടി പക്ക ഹണി ട്രാപ്പല്ല നീ ചെയ്തിട്ടുള്ളത്. എന്നിട്ട് യൂട്യൂബേഴ്സ് ഉണ്ടാക്കി പോലും കോപ്പ്. എനിക്ക് അത് കേട്ടപ്പോഴാണ് ചൊറിഞ്ഞു വന്നത്. ഞാൻ വെറുതെ വിട്ടുവിട്ട വീഡിയോ ആണ്. വീണ്ടും എനിക്ക് ട്രിഗർ ആണ് സാധനം. യൂട്യൂബേഴ്സ് നമ്മൾ അത് എനിക്കിട്ട് കുത്തി കൊണ്ട് തിരിച്ചു കുത്തണ്ടേ നമ്മളപ്പോഴ്? വെറുതെ വിടുവോ? അത് മൂവ് ചെയ്തിട്ടുണ്ട് എന്തായാലും. പക്ഷെ ഒരു ഭാഗം കേട്ടിട്ട് നമ്മളത് ഇങ്ങനെയല്ല എന്ന് പറഞ്ഞു അങ്ങനെ വീട്ടിൽ ഇരുന്ന് ഞാൻ ശരിക്കും ആക്ച്വലി വീട്ടിൽ ഇരുന്ന് കരയേണ്ട അവസ്ഥകൾ വന്നിട്ടുണ്ട്. കാരണം ചിലവരുടെ പല ആൾക്കാരുടെയും വീഡിയോസ് പുറത്ത് വരുമ്പോൾ ഞാൻ ഓർക്കും, അയ്യോ എന്താണ് ഇത് സംഭവിക്കുന്നത്, ശരിയാണോ തെറ്റാണോ എന്ന് ഞാൻ പല പ്രാവശ്യം ചിന്തിച്ചിട്ടുണ്ട്. ഇത് അതേ സിറ്റുവേഷൻസ് നമ്മളുടെ വീട്ടിൽ വരുമ്പോൾ നമ്മൾ പറയുമല്ലോ അയലത്തമ്മയുടെ ഭ്രാന്ത് കാണാൻ നല്ല രസമാണ്. പക്ഷെ സ്വന്തം വീട്ടിൽ ആ ഭ്രാന്ത് ഉണ്ടാകുമ്പോഴാണ്, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് അതിന്റെ വേദന എന്താണെന്ന് മനസ്സിലാവുന്നത്. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഞാൻ നിൽക്കുമ്പം ഞാൻ പോകുന്ന വഴികളും ഇനി ആർക്കും, ഒരമ്മമാർക്കും, ഒരു വ്യക്തിക്കും, ശരിക്കും പറഞ്ഞാൽ ഒരു ശത്രുവിന് പോലും ഇങ്ങനത്തെ ഒരു അവസ്ഥ വരല്ലേ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. കാരണം ഞാനിപ്പം ഒരു ആർട്ടിസ്റ്റ് ആയിപ്പോയി. അതെന്റെ ഒരു തെറ്റല്ല. അത് നമ്മുടെ തെറ്റാണ്. ശരിയാണ് നീ പറഞ്ഞത്. നീ ആർട്ടിസ്റ്റ് നിന്റെ തെറ്റല്ല, നമ്മുടെ തെറ്റാണ്. അതുപോലെ ഇടയ്ക്കിടയ്ക്ക് പിടിച്ചിടുന്നുണ്ട്. ഞാനൊരു അമ്മയാണ്, ഒരു കുഞ്ഞുണ്ട്, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ജീവിക്കുകയാണ്. നാണോ ഇല്ലേ നിനക്ക്? ആ കുഞ്ഞുങ്ങളുടെ പേരെടുത്ത് പറയാനുള്ള ഒരു യോഗ്യത പോലും നിനക്കില്ല. നീ പറയരുത്. ഓക്കെ, ഫിറോസ് സാമ്പാർ വന്ന്, രസം വന്ന്, മോര് വന്ന്, തൈര് വന്ന് എല്ലാം വലിച്ചീറ് ഒട്ടിച്ച് നിനക്ക് ഇനി നാണമില്ലേ? എടാ, ഞാൻ ഈ ലോകം കണ്ട് നല്ലവനെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ നാളെ ഒരു കുടുംബ ജീവിതത്തിലോട്ട് കയറി കഴിഞ്ഞാൽ അവിടെ തന്തയില്ലായ്മ ഞാൻ കാണിക്കത്തില്ല. ഇത് തന്തയില്ലായ്മ തന്നെയാണ്. ഒരുത്തനെ വെച്ചും കൊണ്ട് വേറെ പലവന്മാരോടെയും പോയത് തന്തയില്ലായ്മ എന്നാണ്. വേറെ പേരുണ്ടോ അതിന്? ഓക്കെ, എന്താണ് മോള് ന്യായീകരിക്കാതിരിക്കുന്നത്? പോയിക്കോട് ഇന്റർവ്യൂ, പോയിക്കോട് അടുത്ത ഇന്റർവ്യൂ. അയ്യോ അതെല്ലാം ഡീപ് ഫേക്ക് ആണേ എന്ന് വെച്ച് വെളിയിൽ എല്ലായിടത്തും ഓരോ കാര്യങ്ങൾ നടക്കുന്ന എല്ലാം വെളിയിൽ വരുന്നത് പറഞ്ഞിട്ട് ഇത് ഒരു ചെറിയൊരു സാധനം വന്നു, അത് വേറൊരു രീതിയിൽ കളറാക്കി. അത് ഇപ്പം 3 കോടി തട്ടിയെടുത്തവർ, പിന്നെ അതേപോലെ തന്നെ ഹണി ട്രാപ്പ്, എന്തൊക്കെ ഗോസിപ്പുകളാണ് സത്യം പറഞ്ഞ വന്ന അലിഗേഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര അലിഗേഷൻ ആണ് വരുന്നത്. അതൊന്നും ആർക്കും ഉണ്ടാവാതിരിക്കട്ടെ, ലൈഫിൽ ഒരിക്കലും ഒരാൾക്കും ഉണ്ടാവാതിരിക്കട്ടെ. ഓക്കെ, എന്തൊക്കെ ഗോസിപ്പാ വന്നത്? 3 കോടി തട്ടിയെടുത്ത്, ഹണി ട്രാപ്പ്. നിന്റെ വോയിസ് ഞാൻ മറ്റേ പുഴുങ്ങാൻ കൊടുത്ത് ഉണ്ടാക്കിയതല്ല. ഫിറോസ് ഭായ് നിന്റെ ഹസ്ബൻഡായിട്ടുള്ള വ്യക്തി ഇട്ട സാധന, നിന്നെ എക്സ്പോസ് ചെയ്തതാ. കേട്ടല്ലോ? 3 കോടിടാ, 3 കോടി. അജിത്ത് മങ്കാത്തേല് പറഞ്ഞല്ലോ 300 കോടിടാ. എന്താ മാതിരി 3 കോടി കിട്ടിക്കഴിഞ്ഞാൽ നീ റസൂൽ പൂക്കുറ്റി ആയിട്ടുള്ള ഡീലെല്ലാം തീർത്ത് അങ്ങേർക്ക് മനസമാധാനം കൊടുത്ത് നീ പോവുമല്ലേ? അപ്പൊ പിന്നെ അതിന് ഹണി ട്രാപ്പ് അല്ല, പിന്നെ എന്നാ തേങ്ങയെന്നാ വിളിക്കണ്ടേ? കാശ് ചോദിച്ച് 3 കോടി ചോദിച്ച് അങ്ങേരെ മൂഞ്ചിച്ചിട്ട് അവൻ നല്ലവനല്ല, അത് വേറെ കാര്യം. സ്വന്തം ഭാര്യയെ വെച്ചും കൊണ്ട് വേറെ ഉള്ളവളമാരെടുത്ത് അപരാധിക്കാൻ പോയത് അവനും അപരാധിയാണ്. പക്ഷെ അവനോട് ഒപ്പം അപരാധിച്ചിട്ട്
3 കോടിയും ചോദിച്ച് എല്ലാം സെറ്റിലാക്കി പുറത്തും നിർത്തിയിട്ട് പോവാന്നുള്ള രീതിയിൽ സംസാരിച്ച നീ ഹണി ട്രാപ്പ് അല്ല അതിന് എന്നാണ് നടത്തിയത്. ഇതിന്റെ പേരാണ് ഹണി ട്രാപ്പ്, തേൻകെണി. ഓക്കെ, അടേ സക്ക എന്നിട്ട് വന്നിരുന്നിട്ട് അയ്യോ കരഞ്ഞു കാണിച്ചു കഴിഞ്ഞാൽ അങ്ങ് വിശ്വസിക്കുമോ? എടേ എയും ബിയും അറിഞ്ഞിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് ചുമ്മാ സജിന ഇന്റർവ്യൂ കൊടുത്ത് നാറുന്നതല്ലാണ്ട്, കേസ് കൊടുത്ത് നീ തന്നെ നാറുന്നതല്ലാണ്ട് ഇവിടെ ഒരു തേങ്ങയെ സംഭവിക്കാൻ പോകുന്നില്ല. ഓക്കെ, പക്ഷേ ഈ 2 ദിവസം പോലും ഞാൻ താമസിക്കാൻ കാരണം എനിക്ക് എങ്ങനെ മുഖ്യമന്ത്രിയുടെ മുന്നിൽ എത്തണം. കാരണം എന്റെ മുന്നിൽ ഇത് ഞാൻ കൊണ്ടൊരു പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് കേസ് കൊടുത്താലോ എങ്ങനെയാണ് എനിക്ക് ഇതിന്റെ ലീഗൽ പക്ഷെ അറിയത്തില്ല ഒന്നും. അപ്പം എന്റെ മുന്നിൽ മന്ത്രി മാത്രമേ ഉള്ളൂ. ഞാൻ മന്ത്രി കണ്ട് ലീഗലായിട്ടുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു, സിറ്റുവേഷൻസ് എടുത്തു, അതിന്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തു. ഇതിനകത്ത് എനിക്കുള്ള ഡൗട്ടുകൾ പറഞ്ഞു, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളെല്ലാം ലീഗൽ വിഷയങ്ങളെല്ലാം സാറിന്റെ അടുത്ത് പറഞ്ഞപ്പം സാറിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായ ഒരു സപ്പോർട്ട്, അയ്യോ അത് പറയാതിരിക്കാൻ വയ്യ. എന്റെ ഒരു ബ്രദർ എന്റെ അടുത്ത് മോൾ വിഷമിക്കണ്ട, ഞാൻ നിന്റെ ഒരു ബ്രദർ ആയിട്ട് നിന്റെ കൂടെ ഉണ്ട്. സത്യം സാറിനോട് ഞാൻ താങ്ക്സ് പറയുക. സാറിനെ കണക്ട് ചെയ്യുന്ന ആൾക്കാരെയും ഞാൻ നന്ദിയോടെ ഞാൻ പറയാം. അല്ലെങ്കിൽ ഇന്ന് ഞാനും എന്റെ കുഞ്ഞുങ്ങളും ജീവിച്ചിരിക്കത്തില്ല. വേണോ ഞാനും എന്റെ കുഞ്ഞുങ്ങൾ ഈ സാധനം ഒന്നും പിടിച്ചിട്ടില്ല, അതിനുള്ള യോഗ്യത എനിക്കില്ല. ഇതിന്റെ പേരിൽ എന്റെ പേരിൽ എന്ത് നടപടി എടുത്താലും എനിക്കൊരു കുഴപ്പമില്ല. എന്നെ അങ്ങ് തൂക്കി തീർത്താലും എനിക്കൊരു കുഴപ്പമില്ല. കാരണം കള്ളം പറയരുത്. തെറ്റ് ചെയ്താൽ തെറ്റെന്ന് പറ, ചെയ്തത് അക്സെപ്റ്റ് ചെയ്യും. അല്ലാണ്ട് നിന്റെയൊക്കെ ഉടായ്പകൾ തുറന്നു കാട്ടിയവന്മാർ അണ്ണാക്കിലോട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങ് മുഖ്യമന്ത്രിയെയും പോയി കണ്ട് പോലീസിൽ കേസ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഒരു തേങ്ങ നടക്കാൻ പോകുന്നില്ല. ഓക്കെ, അതിന്റെ പേരിൽ എന്നെ അങ്ങ് തീർക്കുകയാണെങ്കിൽ തീർക്കട്ടെ. ഞാനുള്ള കാര്യം സത്യം വിളിച്ചു പറഞ്ഞത്. നിന്റെ ഭർത്താവായിട്ടുള്ളവൻ എല്ലാം എടുത്ത് വെളിയിൽ ഇട്ടിട്ടുണ്ട്. നിനക്ക് അതിന് മറുപടി ഉണ്ടെങ്കിൽ പറ. അടി സക്ക്, വിചാരിച്ചില്ലല്ലേ മോക്ക് ഇങ്ങനെ ഒരു പണി അണ്ണാക്കി കിട്ടുമെന്ന്? വിചാരിക്കത്തില്ല, സ്വാഭാവികം. നാണമില്ലേ സജിന നിനക്ക് വന്നിരുന്ന് മെഴുകാൻ? നാണമില്ലേ? പറ, അടുത്ത് നിന്റെ എക്സ്പ്ലനേഷൻ കേൾക്കട്ടെ. നമ്മളൊക്കെ ഇപ്പം മറ്റേ കാശിന് വേണ്ടി കുണയ്ക്കുന്നവന്മാരായി. എനിക്ക് അതാണ് പിടിക്കാത്തത്. നമ്മളൊക്കെ കാശിന് വേണ്ടി എന്ത് തന്തയില്ലായ്മ ചെയ്യുന്നവന്മാരെന്നുള്ള രീതിയിലാണ് ഇവള് പറഞ്ഞു വെക്കുന്നത്. അത് കേട്ടുകൊണ്ട് അണ്ണാക്കി കോലിട്ട് കിണ്ടിയിട്ട് പിരിവെട്ടിയതുപോലെ ഇരിക്കുക എന്നെ കിട്ടത്തില്ല. ഞാൻ സംസാരിക്കുക തന്നെ ചെയ്യും കേട്ടാ മോളെ. അതിനകത്തുള്ള ആൾക്കാരെ പൊക്കിയിട്ടുണ്ട്, അതിനുള്ള കാര്യങ്ങളെല്ലാം മൂവ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടായിരിക്കും, നിങ്ങൾ പ്രതീക്ഷ വ്യക്തികളൊന്നും അല്ല. ഒരിക്കലും നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് നിങ്ങൾ പറയുന്ന ആളോ അല്ല. അത് നമ്മൾ ആ ചാപ്റ്റർ അവിടെ വന്നു, കുറെ കോൺട്രവേഴ്സി നമ്മൾ തമ്മിൽ കുറെ തർക്കങ്ങളും കുറെ കാര്യങ്ങളും ആൾക്കാർ കണ്ടിട്ടുണ്ടായിരിക്കാം. അത് അവിടെ തീർന്നു കഴിഞ്ഞു. ആ സബ്ജക്റ്റ് നമ്മൾ അവിടെ ക്ലോസ് ചെയ്തു. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മക്കൾക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ, കാരണം മോനെ ഭയങ്കര ഇഷ്ടമാണ് അദ്ദേഹത്തിന്. അപ്പം നമുക്ക് ഒരിക്കലും കുഞ്ഞുങ്ങളെ മാറ്റി പിടിച്ച് നിർത്താൻ പറ്റില്ല. അപ്പൊ ആ സബ്ജക്റ്റ് നമ്മൾ അവിടെ ക്ലോസ് ചെയ്തു. ഒരിക്കലും അദ്ദേഹമാണെന്ന് ഞാൻ വിശ്വസിക്കത്തില്ല. ഇതുവരെ ഞാൻ അതിന് കാരണം തെളിവ് സഹിതം നമ്മുടെ മുന്നിൽ കിട്ടിക്കഴിഞ്ഞു ആരാണ് ഇതിനകത്ത് നിന്നതെന്നുള്ളത് കണ്ടു കഴിഞ്ഞു, തെളിഞ്ഞു കഴിഞ്ഞു. അതിനുള്ള ലീഗൽ വശം അവർക്കുള്ള ലീഗലായിട്ടുള്ള മൂവിങ് കാര്യങ്ങളെല്ലാം നടത്തിയിട്ടുണ്ട്. ലീഗലായിട്ടുള്ള മൂവിങ്ങും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. ആർക്കെതിരെ എന്നറിയാമോ? ഇവളുടെ അക്കൗണ്ട് ഹാക്ക് ചെയ്ത് എടുത്ത് പോസ്റ്റ് ഇട്ടവർ. അപ്പൊ സ്വന്തമായിട്ട് കേസ് കൊടുത്താൽ നീ നിനക്കെതിരെ തന്നെ. കൊള്ളാമല്ലോ ഇത് പരിപാടി. പിന്നെ അയാളെന്ന് പറഞ്ഞില്ലേ, ഫിറോസ് ഭായിയെ പറ്റിയിട്ടാ പുകഴ്ത്തി പറഞ്ഞ. ഇവളുടെ പഴയ സ്വഭാവം, അതായത് പണ്ട് പോലെ ഇവള് കാണിക്കുന്ന വേറെ പിരിഞ്ഞു എന്നുള്ള സംഭവം ആയ സമയം മുതലേ ഇവളെ ഇഞ്ചക്ട് ചെയ്യുന്ന സാധനം. നമ്മൾ രണ്ടുപേരും നല്ല ടേംസിലാണ് ഒരുമിച്ച് ജീവിക്കാൻ പറ്റാത്തതുകൊണ്ട് വേർപിരിഞ്ഞത്, സന്തോഷത്തോടെ ഫ്രണ്ട്സ് ആയിട്ടാണ് വേർപിരിഞ്ഞത് എന്ന് പറഞ്ഞ് നമ്മൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയാൻ നിൽക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവള് മുന്നേ ഇന്റർവ്യൂകളിൽ പറഞ്ഞു വെക്കുന്ന ഒരു കാര്യമാണ്. ഇതിന്റെ റീസൺ എന്താണെന്ന് അറിയാവോ? ഇവളുടെ സ്വന്തമായിട്ട് ഇട്ട വീഡിയോസിൽ ഇതൊക്കെ തന്നെയാണ് പറഞ്ഞത്. ഇതിന്റെ റീസൺ ഫിറോസ് ഇവൾക്കെതിരെ വരാതിരിക്കാൻ വേണ്ടിയിട്ടും ആ ഒരു രീതിയിൽ അവനെ പിടിച്ചു നിർത്തി അങ്ങ് കൂളായിട്ട് തടവി വിട്ട് ഊമ്പിച്ചിട്ട് പോയിട്ട് പരിപാടി കാണിച്ചതാണ്. നിങ്ങൾക്ക് കാര്യം ഞാൻ പറഞ്ഞ മനസ്സിലായ? എല്ലാത്തിലും വന്ന് പറയും ഞങ്ങൾ ഒരു തമ്മിലൊരു പ്രശ്നമില്ല, അയാളുടെ മകൻ അല്ലെങ്കിൽ അയാളുടെ മക്കൾ, എൻ്റെ മക്കൾ, നമ്മൾ നല്ല ടേംസിലാണ് എന്നുള്ള രീതിയിൽ അങ്ങ് പറയും. അങ്ങനെ പറയുമ്പോൾ ഫിറോസ് കൂടുതലായിട്ടൊന്നും പറയാൻ വരില്ല എന്ന് ഇവള് വിചാരിച്ച്. പക്ഷെ അണ്ണാക്കി കൊടുത്തവൻ, അണ്ണാക്കിലല്ല അണ്ണാനാളത്തിൽ അവൻ കൊടുത്ത് നല്ല പോലെ വാങ്ങിച്ചു കൂട്ടിയിട്ടാണ് ഇപ്പൊ ഇരിക്കുന്നത്. ഇവളുടെ മെഴുകല് നാണമില്ലേടി നിനക്കെന്ന്? ഇങ്ങനെ കിടന്ന് കരഞ്ഞ് മെഴുകി നാടകം അഭിനയിച്ചു കൊച്ചിന്റെ അമ്മയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അഭിനയിക്കാൻ നിനക്കൊക്കെ ഞാൻ പച്ച തെറിയെല്ലാം വിളിച്ച് പറയും കോപ്പ്. ബാക്കി എന്നെ ക്രൂശിക്കുന്ന കുറെ ആൾക്കാർ, അതായത് ഈ നമ്മളിപ്പം മീഡിയയിലുള്ള ചാനൽസിൽ ഒരു കേസ് വന്നാൽ അത് അവരുടെ പേരിലുള്ള അലിഗേഷൻ അല്ല, ഒരു കാര്യം കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ സത്യാവസ്ഥ അവരെ എത്രയോ പഠിച്ച് അവരെന്തോരം കഷ്ടപ്പെട്ടിട്ട് ആ മീഡിയക്കാരെ നിൽക്കുന്നത്. അവരതിന്റെ പുറകെ നടന്ന് അതിന്റെ സത്യാവസ്ഥകൾ തിരക്കും, അതിന്റെ കേസുകൾ തിരക്കും, അവിടുന്ന് ഓപ്പോസിറ്റ് രണ്ട് സൈഡിലും തിരക്കും. അവർക്ക് അപ്രൂവൽ ആണെന്ന കാര്യങ്ങളാണ് ഈ നമ്മൾ കാണുന്ന മീഡിയാസിൽ വരുന്നത്. അവരെത്രയോ കഷ്ടപ്പെട്ടാണ് അത് ഇടുന്നത്. അല്ലാതെ വീട്ടിലൊരു മൊബൈൽ എടുത്തിട്ട് ഒരാളുടെ ഫോട്ടോ രണ്ടുപേരുടെ കണ്ടു അങ്ങനെ പിന്നെ ഇവരെ അങ്ങ് കൊന്നേക്കാം, ഇവരെ കുറിച്ച് അനാവശ്യം പറഞ്ഞേക്കാം, ഇവരങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു, ഞാൻ വന്ന് പറഞ്ഞു അല്ലെങ്കിൽ അദ്ദേഹം വന്ന് പറഞ്ഞു. ഞങ്ങൾ രണ്ടുപേരും പറയാത്തോളം കാലം എന്തിനാണ് ഈ ക്രൂശിച്ചുകൊണ്ടിരിക്കുന്നത്? അതിനുള്ള സത്യാവസ്ഥകൾ പോലും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇങ്ങനെയാണ്, ഇന്നാണ് സഖിയായിട്ട് ഞാൻ തന്നെ വീഡിയോയിൽ വന്ന് പറഞ്ഞു ഇങ്ങനെയാണ്. പക്ഷെ അതിനകത്തുള്ള ഇത്രയും സിറ്റുവേഷൻസ് ബാഡ് ആക്കുന്നതും ഇത്രയും വൃത്തികെട്ട രീതിയിലാക്കിയ സിറ്റുവേഷൻസിലുള്ള ആൾക്കാർ അനുഭവിക്കണം. അത് ഒരു വ്യക്തിയല്ല, 2-3 വ്യക്തികളുണ്ട്. ആ വ്യക്തികളെല്ലാം ഞാൻ നിയമപരമായിട്ട് തന്നെ നീങ്ങുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ മീഡിയാസുകൾ, ഈ അനാവശ്യമായ കോൺട്രവേഴ്സി കൊണ്ടുവന്ന മീഡിയാസിനെതിരെയും ഞാൻ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. അത് മുഖ്യമന്ത്രി അതിൻ്റെതായ നിയമവശങ്ങൾ എടുത്തിട്ടുണ്ട്, ബാൻ ചെയ്യാനുള്ള കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. അതിന്
അതിന് ഞാൻ മുഖ്യമന്ത്രിയോട് താങ്ക്സ് പറയുവാണ്. അതിനോട് നിന്ന കുറച്ച് ആൾക്കാരുണ്ട്, സപ്പോർട്ട് ചെയ്ത നിങ്ങളായാൽ പോലും പ്രേക്ഷകരായാൽ പോലും ഒത്തിരി പേര് എനിക്ക് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എനിക്കിത് പറയാതിരിക്കാൻ വയ്യ. എനിക്ക് ജീവിക്കണം, എനിക്ക് എന്റെ 2 കുഞ്ഞുങ്ങളെ നോക്കണം. അച്ചൂടാ, നിനക്ക് നിന്റെ 2 കുഞ്ഞുങ്ങളെ നോക്കണോ? ഇപ്പോഴാണ് നിനക്ക് പാസം വന്നത്. എടി നാണം ഉണ്ടോ നിനക്ക് ഇങ്ങനെ അമ്മ പാസം എടുത്തിട്ടും കൊണ്ട് നാട്ടുകാരെ പറ്റിക്കാനായിട്ട്? പിന്നെ ബാൻ ചെയ്യണം അല്ലേ? എന്തായാലും ഞാൻ കാണാതിരിക്കത്തൊന്നുമില്ല, അത് കൺഫേം, എനിക്കറിയാം. നന്നായി, നീ ബാൻ ചെയ്യും, അത് തന്നെയാണ് നല്ലത്. കാരണം എൻ്റെ വാ തുറന്ന് എനിക്ക് സംസാരിക്കാൻ പറ്റുന്നിടത്തോളം കാലം, എനിക്ക് പേജ് ഉള്ളിടത്തോളം കാലം ഞാൻ സംസാരിക്കും. എന്ത് ഉടായ്പുണ്ടായാലും ഞാൻ സംസാരിക്കും, കേട്ടാ. പിന്നെ ഹസ്ബൻഡ് ഫിറോസ് ഇട്ടിട്ടുണ്ട്, ഒന്ന് ബാൻ ചെയ്യണേ. മുഖ്യമന്ത്രിയൊക്കെ ഇടപെട്ട് ഒന്ന് ബാൻ ചെയ്യാൻ ഒന്ന് തയ്യാറെടുക്കണം. എൻ്റെ പൊന്നു മോളെ, ഉടായ്പിൻ്റെ അങ്ങേ അറ്റമായി. ഈ പെണ്ണ് വന്നിരുന്ന് കരഞ്ഞു കാണിച്ച് കണ്ണുനീര് കണ്ടിട്ട് അയ്യോ പാവം എന്ന് പറഞ്ഞ് തലോടാനായിട്ട് കുറെ കഴിവേറുകൾ കാണും. പക്ഷെ ഞാൻ ആ കൂട്ടത്തിലില്ല. ഞാൻ എന്തെങ്കിലും അറിയാണ്ട്, സത്യം തെളിവ് സഹിതം അറിയാണ്ട് ഞാൻ സംസാരിക്കത്തില്ല. അതെൻ്റെ പണ്ടേ മുതലുള്ള സ്വഭാവമാണ്. അതുകൊണ്ട് എൻ്റെ പൊന്നു മോളെ കിടന്ന് മെഴുകാതെ. നീ മുഖ്യമന്ത്രിക്കല്ല പ്രധാനമന്ത്രിക്ക് പരാതി കൊടുത്തു കഴിഞ്ഞാലും നീ മൂഞ്ചി, നീ എക്സ്പോസ് ആയി. തെളിവ് സഹിതം ഫിറോസ് ബായി തന്നെ തെളിവ് സഹിതം എടുത്ത് അടിച്ച് നീ മൂഞ്ചി. ഇനി കിടന്ന് മെഴുകല്ലേ. ഇത് കാണുന്ന മുഖ്യമന്ത്രി ചിലപ്പോൾ ഇനി തലേ കൂടി മുണ്ടിട്ട് നടന്നു പോകും നിന്നെ കാണുമ്പോൾ. വേറൊന്നും കൊണ്ടല്ലേ, ഇവള് കണ്ടല്ലോ, ഇവള് അയ്യോ ഇങ്ങനെയൊക്കെ പറഞ്ഞ് അങ്ങനെ എളുപ്പം പോകും. വല്ലാത്ത അവസ്ഥയാണ്. മൂഞ്ചിയേ മൂഞ്ചിയേ മൂഞ്ചി 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 പോകുതേ. ഒന്നുമില്ല, നിന്നെ ഞാൻ ഇത്രയും വലിച്ചു കയറുന്നതിൻ്റെ റീസൺ നമ്മൾ ചുമ്മാ കാവാല പട്ടികളെ പോലെ നീ സംസാരിച്ച്. നമ്മൾ ഒന്നും അറിയാണ്ട് എന്തൊക്കെ ചെയ്തതല്ല. മീഡിയക്കാരാണെങ്കിൽ, മെയിൻ സ്ട്രീം മീഡിയക്കാരാണെങ്കിൽ എല്ലാം തെളിവ് സഹിതം 2ഉം കേട്ടിട്ടൊക്കെ ചെയ്യുള്ളൂ. ഇതിൻ്റെ അപ്പുറം നിനക്കിനി തെളിവ് കണ്ടല്ലോ, നിന്റെ ഭർത്താവിൻ്റെ വീഡിയോസ് പോരെ തെളിവ് കണ്ടല്ലോ. അതുകൊണ്ട് മെഴുകൽ. നമ്മൾ ചുമ്മാ മറ്റേ 7ആം കുഴിയെ പോലെയാണ് നീ സംസാരിക്കുന്നത്. മതി, കുഴപ്പമില്ല, അതിനുള്ളത് നിനക്ക് തരാം. സന്തോഷമായില്ലേ? നിന്റെ 3 കോടിയിലെ കണക്ക് നമ്മൾ പറഞ്ഞ കള്ളമാണെന്നല്ലേ നീ പറഞ്ഞത്? ഞാനൊന്ന് കേൾപ്പിച്ചു തരാം. ഇല്ല, ഇന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അയാളുടെ ഫാമിലി വേണ്ടെങ്കിൽ അയാൾ ഇന്ന് 3 CR ഇന്ന് ഇവിടെ കൊണ്ടുവരണം. എനിക്ക് പൈസ മതി മോനെ, എനിക്ക് ഇനി എന്തായാലും നേരെ വേണ്ട, എനിക്ക് ഹാപ്പി ആയിട്ട് ജീവിക്കണം. എന്റെ പൊന്നും ഇല്ലല്ല, അപ്പുറത്തെ റൂമിൽ ഇരിപ്പുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇവിടുന്ന് ഇറങ്ങുവാണെങ്കിൽ ഒന്നല്ലെങ്കിൽ എങ്ങനെ ഷാദിയ എന്നുള്ളത് അയാളെ ഫാമിലിയും അയാളെ അഭിമാനമാണ് വരുന്നത്. അല്ലല്ല, എന്റെ അഭിമാന പ്രശ്നമല്ല. എന്നെ ഇത്രയും ചോദിച്ച് ഇയാളെ വൃത്തികേട് ഫിറോസ് വരെ പറഞ്ഞ വൈകിന്റെ കുറെ കാലല്ലല്ല, അത് കുഴപ്പമില്ല. ഞാൻ അകത്ത് പോയി കടന്നാലും കുഴപ്പമില്ല. ഇത് അവസാനിക്കുന്നത് ഇത് തന്നെയായിരിക്കും. 3 CR എനിക്ക് അയാൾ തന്നില്ല, എനിക്ക് കുഴപ്പമില്ലല്ലോ. ഞാൻ എന്നെ ഇതാണ് ചോദിക്കുന്നത്. അതൊന്നും എനിക്ക് നാണുണ്ടാടി നിനക്ക്. ഇപ്പൊ ആരാണ് തബ്ദയില്ലാത്ത വർത്താനം പറയുന്നത്? നീ കേട്ടല്ല. നമ്മളെ വരുമ്പോ 7ആം കൂലി പോലെ നീ കണക്കാക്കിയില്ല. തെരുവിൽ നിൽക്കുന്ന മറ്റേ പണത്തിന് വേണ്ടി നിൽക്കുന്നവർക്കും ഉണ്ട് അന്തസ് ഇതിനേക്കാൾ, കേട്ടാ. പൈസക്ക് കൊടുക്കുന്ന ചില ടീംസ് ഉണ്ട്, അവർക്കും ഉണ്ട് അന്തസ്. കൂടുതലൊന്നും എന്നെ കൊണ്ട് പറയിപ്പിക്കില്ല, വാ തുറപ്പിക്കില്ല. കഷ്ടം, പരമകഷ്ടം. ഒരുത്തനെ മൂഞ്ചിച്ച് അണ്ണാക്കി കൊടുത്ത് 4-5 എണ്ണത്തിൻ്റെ കൂടെ പോയിട്ട് വീണ്ടും വന്നിട്ട് ഗുണാധികാരം അടിച്ചിട്ട് നീ നന്മ വരം കളിക്കുന്ന നമ്മളൊന്നും ഉണ്ണാക്കന്മാരാ. നീയൊക്കെ പറയുന്ന പോലെ നമ്മൾ മറ്റേ പൈസയ്ക്ക് വേണ്ടി എന്ത് ചെറ്റത്തനം ചെയ്യുന്നവന്മാരാ എന്നാ വിചാരിച്ചു? പൈസയ്ക്ക് വേണ്ടി ചെറ്റത്തനം ചെയ്യുന്ന ആര്? നീ. 3 കോടി ഒരുത്തനെ ഭീഷണിപ്പെടുത്തി വാങ്ങാൻ നിൽക്കുന്ന നീ. ഹണി ട്രാപ്പ്, പക്ക ഹണി ട്രാപ്പ്, അല്ലാതെ നമ്മളല്ല, കേട്ടാ. മോളൊന്ന് സൂക്ഷിച്ച് എഴുതി വെച്ചോ. ജീവിക്കുന്നതും പ്രേക്ഷകരുടെ മുന്നിൽ. അപ്പം ഒരു സൈഡിൽ അലിഗേഷൻ കേൾക്കുമ്പോൾ മറ്റൊരു സൈഡിൽ കൂടെ ഞാൻ വന്ന് പറഞ്ഞില്ലെങ്കിൽ നമ്മളെ കൊല്ലാകൊല ചെയ്യും. അതുകൊണ്ട് എനിക്കത് പറയാതിരിക്കാൻ വയ്യ. ഇപ്പം ഇങ്ങനത്തെ ഒരു വീഡിയോ എടുക്കാൻ പോലും ഉള്ള സാഹചര്യത്തിലല്ല ഞാൻ നിൽക്കുന്നത്. എനിക്ക് തോന്നുന്നു എന്നെ ഈ ഒരു കോലത്തിൽ ആരും കണ്ടാ പോലും കാണത്തില്ലായിരിക്കും. തട്ട് പോലും സത്യം പറഞ്ഞാൽ എങ്ങനെ വന്ന് ഇവിടെ ഇരിക്കുമെന്ന് പോലും എനിക്കറിയത്തില്ല. പക്ഷെ ഇരുന്നേ പറ്റൂ, ജീവിച്ചേ പറ്റൂ, എന്റെ കുഞ്ഞുങ്ങളെ നോക്കിയേ പറ്റൂ. ഇവരാരും അല്ല എന്റെ കുഞ്ഞുങ്ങളെ നോക്കുന്നത്, ഞാനാ നോക്കുന്നത്. കഷ്ടപ്പെട്ടേ എനിക്ക് പറ്റും. കുഞ്ഞുങ്ങളെ നോക്കാൻ വേണ്ടി കഷ്ടപ്പെട്ടിട്ടായിരിക്കും അല്ലേ 3 കോടി റസൂൽ പോക്കുറ്റി എടുത്ത് ചോദിച്ചത്? അങ്ങനെ അത് പറ തോന്നി. പിന്നെ ഫിറോസ് ബായി ആയിട്ടിരിക്കുമ്പോൾ അയൽവക്കത്തെ വീട്ടിലെ അവനായിട്ടോ, പിന്നെ ഡയറക്ടർ, പ്രൊഡ്യൂസർ, ഇതെല്ലാം കുഞ്ഞുങ്ങളെ നോക്കാൻ വേണ്ടി കഷ്ടപ്പെട്ടതായിരിക്കും അല്ലേ? തോന്നി. നല്ലപോലെ നീ കുഞ്ഞുങ്ങളെ നോക്കുന്നുണ്ട്. നാണം വേണം മനുഷ്യന്മാരായ കുറച്ച് ഉളുപ്പ് വേണം, കേട്ടാ. ഫോട്ടോ ഇടുന്നത് അത് നമ്മുടെ തികച്ചും പേഴ്സണൽ കാര്യമാണ്, എന്റെ കാര്യങ്ങളാണ്. എനിക്ക് ആരെ വേണമെങ്കിലും ഞാൻ ഷാറുഖ് ഖാൻ, നമ്മള് ഹിന്ദി നടന്മാരോട് ഞാൻ ഫോട്ടോ കുറെ പേരുടെ ഇട്ടിട്ടുണ്ട്. എത്രയോ പേരുടെ ഫോട്ടോ ഞാൻ ഇട്ടിട്ടുണ്ട്. അത് അവരെ ഞാൻ വന്ന് പറയും, ഓക്കെ, ഞാൻ ചില കാര്യങ്ങൾ ചില ഫോട്ടോയിൽ ചില മോജീസ് ഒക്കെ ഇട്ടിട്ട് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ചില ഫോട്ടോസ് അങ്ങനെ വെളിയിൽ വന്നിട്ടുണ്ടായിരുന്നു. അത് എന്റെ തികച്ചും പേഴ്സണൽ കാര്യങ്ങളാണ്. ഞാനത് എനിക്ക് സോഷ്യൽ മീഡിയയിൽ പറയണമെന്ന് തോന്നുന്ന കാര്യങ്ങൾ ഞാൻ വന്ന് പറയുന്നുണ്ട്. ഒരു പക്ഷെ നാളെ ഒരു കാലത്ത് ഞാൻ വന്ന് പറയുന്നു, എന്റെ വിവാഹം കഴിഞ്ഞു, ഇദ്ദേഹത്തിനോടായിരിക്കും അല്ലെങ്കിൽ അദ്ദേഹത്തോടായിരിക്കും, എനിക്കൊരു കുഞ്ഞുണ്ടായി, അത് അദ്ദേഹത്തിനോടായിരിക്കും, ഇദ്ദേഹം പറയണമെന്നുള്ള ഇഷ്ടം എന്നതാണ് അല്ലെ. തികച്ചും എന്റെ തികച്ചും എന്റെ പേഴ്സണൽ കാര്യങ്ങളാണ്. അതൊരിക്കലും അത് ചിലപ്പോൾ എനിക്ക് ആൾക്കാർ, എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലോട്ട് അറിയിപ്പിക്കണം എന്റെ അതിഷ്ടമാണ്. പക്ഷെ അത് പിടിച്ചിട്ട് അവരുടെ ഫാമിലി തകർത്തു, ഇവരുടെ ഫാമിലി തകർത്തു എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ പറയുമ്പോൾ തന്നെ അതൊരു വൃത്തികെട്ട രീതിയിലല്ലേ. ഇപ്പം അവിടെ ഇപ്പം നേരെ തിരിച്ചു ഞാൻ ഇനിയിപ്പം ഇത് കോൺട്രവേഴ്സി ആക്കി പറയരുത്. ഞാൻ അദ്ദേഹത്തിന്റെ ജീവിതത്തിലോട്ട് കയറി അല്ലെങ്കിൽ അദ്ദേഹം എന്റെ ജീവിതത്തിൽ കയറി എന്നല്ല, ഞാൻ ഒരു ഉദാഹരണം മാത്രം പറയുന്നത്.
ആണ് ഉദാഹരണം മാത്രമായിരുന്നു, അല്ലാതെ അദ്ദേഹം നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിലും കയറിയില്ലല്ലേ. എല്ലാം ഒരു ഉദാഹരണമായിരുന്നല്ലേ. മനസ്സിലായി? നല്ല ഉദാഹരണങ്ങളാണ് നീ പറഞ്ഞത്. തെറിയായിട്ടും കൂട്ടിക്കും, കൂടുതലൊന്നും പറയാനില്ല കേട്ടാ. അയ്യോ കഷ്ടം, കഷ്ടോടി കഷ്ടം. ഇനി നേരെ തിരിച്ച് ഞാനൊരു വ്യക്തിയെ കല്യാണം കഴിക്കുന്നു, അവിടെ അവർക്കൊരു ഫാമിലി ഉണ്ട് എങ്കിൽ എന്താണ്, അവർക്കൊരു ഫാമിലി ഉണ്ടെങ്കിൽ ഞങ്ങളെ മതത്തിൽ, അതായത് ഒരു മുസ്ലിം മതത്തിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക്, അതായത് ഒരു ഭർത്താവാൻ പോകുന്ന ആൾക്ക് അല്ലെങ്കിൽ ഒരു ഹസ്ബൻഡ് ആവാൻ പോകുന്ന ഒരാൾക്ക് 2 വിവാഹം കഴിക്കാം. 2 അത് അങ്ങനെയുള്ള നിയമം നമുക്കുണ്ട്. അവരുടെ വൈഫിന്റെ അവരുടെ സമ്മതത്തോടെ 2 കല്യാണം കഴിക്കാനുള്ള നിയമമുണ്ട്. ഇപ്പൊ അങ്ങനെ, അതായത് മുസ്ലിം മതത്തിൽ വേണമെങ്കിൽ 2 കല്യാണം കഴിക്കാൻ അവരുടെ കുടുംബത്തിന്റെ സമ്മതത്തോടൊക്കെ കൂടി. അങ്ങനെയാണ് റസൂൽ പൂക്കുറ്റിയുടെ മറ്റേ ഭാര്യയും 2ാമത്തെ ഭാര്യയും. നീ കൊള്ളാം. റസൂൽ പൂക്കുറ്റിയാകുമ്പോൾ നല്ല പൊളിയും കൊമ്പാണല്ലോ, നല്ല കാശല്ലേ, 3 കോടി ചോദിച്ചില്ലേ. അപ്പൊ നല്ല സുഖമായിട്ട് സ്വസ്ഥമായിട്ട് അങ്ങ് ജീവിക്കുക. ഏത് അത് അതുകൊണ്ട് നല്ല പുളിങ്കൊമ്പോക്കി നീ പിടിച്ച്. നീ അല്ലെങ്കിൽ പുളിങ്കൊമ്പോക്കി പിടിക്കാൻ മെയിനാ. ഡയറക്ടർ, പ്രൊഡ്യൂസർ, അയൽവാസി, നല്ല അടി പൊളിയാ. സൂപ്പർ അടി, സൂപ്പർ, കൊള്ളാം, കളയ്ക്കും. എന്തായാലും ഇനി നാളെ ഈ കല്യാണം എന്തെങ്കിലും കഴിക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അത് നാട്ടുകാർ അറിയുന്നുള്ളത് നിനക്കറിയാന്നുള്ളത് കൊണ്ട് മുസ്ലിം മതത്തിൽ 2 പേര് കല്യാണമൊക്കെ കഴിക്കും, കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മൾ അങ്ങനെ എത്ര കണ്ടില്ല. ഈ ഒരു സെറ്റപ്പ് സാധനം ഈ പഠിച്ച കള്ളിയല്ല, പഠിച്ചോണ്ടിരിക്കണ കള്ളിയാ. സത്യം സെറ്റാ, വേറെ ലെവല്. നമ്മളൊക്കെ വേറെ ഉണ്ണാക്കാൻ വരല്ലേ. എനിക്ക് അത് കേട്ടപ്പോ തന്നെ ചൊറിഞ്ഞ് വന്നു കേട്ടോ. വിടില്ല, ഞാൻ വിടില്ല. ഫിറോസ് ഭായ്, നിങ്ങൾ റൈറ്റ് ടൈമിലാണ് വന്നത് കേട്ടോ, കറക്റ്റ് സമയത്ത്. ഇപ്പോഴായിരുന്നു സമയം. കൊള്ളാം, സൂപ്പർ. അപ്പം അദ്ദേഹത്തിന് കല്യാണം വേറൊരാളെ കല്യാണം വെച്ചാൽ അദ്ദേഹത്തിന് കല്യാണം വെച്ചാൽ വേറെ ആരെങ്കിലും കല്യാണം വെച്ചോ, അത് ഞാൻ ചോദിക്കട്ടെ. ഞാൻ ഇപ്പൊ നമ്മളെന്തെങ്കിലും ഒന്ന് പറയുമ്പോഴായിരിക്കും അത് കോൺട്രവേഴ്സിയാണ്. എത്രയോ പേര് ജീവിക്കുന്നില്ലേ, ഒരു വലിയൊരു ആക്ട്രസ്, ഞാൻ അവരുടെ പേര് പറയുന്നില്ല, ഞാൻ അവരെ ഭയങ്കരമായിട്ട് ബഹുമാനിച്ച് എല്ലാവരും ബഹുമാനിച്ച് തന്നെ നിൽക്കുന്നത്. അവർ ജീവിക്കുന്നില്ലേ വിദേശത്തിൽ, അവർ ഫാമിലി ആയിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് ജീവിക്കുന്നുണ്ട്. ഇതിപ്പം ഞാൻ കല്യാണം കഴിക്കുന്നല്ല പറയുന്നത്, കല്യാണം കഴിച്ചു എന്നല്ല പറയുന്നത്, ഞാൻ പ്രഗ്നന്റ് ആണെന്നല്ല പറയുന്നത്, ആവുന്നല്ല പറയുന്നത്. ഇതൊക്കെ എന്റെ തികച്ചും പേഴ്സണൽ കാര്യമാണ്. തീർച്ചയായും നിന്റെ പേഴ്സണൽ കാര്യമാണെങ്കിൽ നിന്റെ വീടിന്റെ അകത്ത് വെച്ചോണ്ടിരിക്കണം. നീ തന്നെയാണ് നിന്റെ ഇൻസ്റ്റാഗ്രാമിൽ കൊണ്ട് പോസ്റ്റ് ഇട്ടേ കേട്ടോ. കൊണ അടിക്കല് കൂടുതൽ, കിടന്ന് മെഴുകരുത്. പൊട്ടന്മാരല്ല നമ്മൾ. അതുപോലെ ഫിറോസ് ഭായ് എക്സ്പോസ് ചെയ്ത് വലിച്ച് അണ്ണാക്കി തന്നിട്ടുണ്ട്, അന്നെ നടത്തി തന്നിട്ടുണ്ട്. നീ എക്സ്പോസ് ആയി, അത്രേ ഉള്ളൂ. കിടന്ന് മെഴുകല്ലേ. പിന്നെ നിന്റെ ബ്ലബ്ല അടിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ നല്ല ടെൻഷൻ ഉണ്ട് ഇന്റർവ്യൂവിന്റെ സമയത്ത്. ഓക്കെ സജിന, നീ എക്സ്പോസ് ആയി, ഇനി ഒന്നും പറയണ്ട. കുഞ്ഞുങ്ങളെ പേരും എടുത്തിട്ട് അമ്മ എന്ന് പറഞ്ഞ് നാണമില്ല നിനക്ക് അമ്മ എന്നുള്ള വാക്കുച്ചരിക്കാൻ. കഷ്ടം. മേ ബി ഞാൻ കല്യാണം കഴിക്കത്തില്ല. ഒരു പണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്റെ ഒരു പണ്ടൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ എനിക്കിനി വയ്യ. മേ ബി എന്റെ ജീവിതമാണ്, ഞാൻ ഒരിക്കലും ആണുങ്ങളോട് പോയി പിഴച്ച് ജീവിക്കാമല്ലോ. ഇല്ല ഇല്ല ഇല്ല, നീ ആണുങ്ങളോട് പോയി പിഴച്ച് ജീവിച്ചതേ ഇല്ല. ആ വീഡിയോ ഒന്നും കൂടി എടുത്ത് പ്ലേ. ഞാനൊന്നും പറയുന്നില്ല. അയ്യോ അയ്യോ. ഒരാളുടെ ഇഷ്ടമാണെങ്കിൽ അത് നല്ലതല്ലേ. കാരണം പൊതുവേ ഒരു സാധനം നിങ്ങൾ കേട്ടിട്ടുണ്ട്, ആക്ട്രസ് എന്നുള്ളതും അല്ലെങ്കിൽ ഒരു പെണ്ണെന്ന് പറഞ്ഞാൽ ഒരു ആണിനോട് മിണ്ടിയാലോ അല്ലെങ്കിൽ വേറെ രീതി ഒരിടത്ത് എവിടെയെങ്കിലും വെച്ച് കണ്ടു അവള് പിഴച്ചവ, അവളെങ്ങനെയാണ്, അവള് വോക്കേസാ എന്നാണ് പറയുന്ന ആൾക്കാർ. ഇച്ചിരി ലിപ്സ്റ്റിക് കൂടിയപ്പോ പറയും അവള് കണ്ട അവള് വോക്കേസ് എന്ന് പറയുന്ന ഒരു സമൂഹമാണ്. നീ സമൂഹത്തിൽ കയറി കൊണയ്ക്കാൻ നിൽക്കണ്ട. നീ ചെയ്തിട്ടുള്ള പല തന്തയില്ലായ്മകളും സമൂഹം അങ്ങ് ഒലത്തിയെന്ന് പറയരുത്. നീ പറ, നീ ഫിറോസ് ഭായ് ചെയ്ത ആ വീഡിയോയ്ക്ക് എതിരായിട്ട് നീ പറ. നിനക്ക് എന്താണെന്ന് പറയാനുള്ളതെന്ന് എനിക്കൊന്നും അറിയാൻ ഭയങ്കര ക്യൂരിയോസിറ്റിയാണ്. സമൂഹത്തിൽ കയറി അങ്ങ് ഒലത്താൻ നിൽക്കുന്നല്ലേ. സമൂഹമായല്ലേ ഇപ്പൊ കുറ്റക്കാര്. ഉളുപ്പുണ്ടാടിയാണ്, ഉളുപ്പ്. സമൂഹത്തിനെ കയറി പറയുന്നത്. അപ്പൊ ഈ സമൂഹത്തിൽ നമ്മളെല്ലാരും പെടും. ഇത് കണ്ടോണ്ടിരിക്കുന്ന നിങ്ങളടക്കം പെടും. സമൂഹത്തിലുള്ളവരായി കുറ്റക്കാര്. കോപ്പ്. ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പേരില് ഒരു പെണ്ണ് ഒരാളടുത്ത് പറയുന്നു ഇത്ര രൂപയ്ക്ക് എന്നെ കിട്ടും, ആർട്ടിസ്റ്റ് ആണ്. അപ്പൊ എന്റെ ഒരു ഫ്രണ്ടിന്റെ അടുത്തായത് പറയുന്നത്. അപ്പൊ എങ്ങനെ എന്റെ അടുത്ത് ആർട്ടിസ്റ്റുകളൊക്കെ എങ്ങനെ, ഞാൻ പറഞ്ഞ ആർട്ടിസ്റ്റുകൾ എങ്ങനെയോ, ഏത് ആർട്ടിസ്റ്റ് ആണ്, ഇങ്ങനെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട് ഇന്ന ആർട്ടിസ്റ്റിന് ഇത്ര രൂപയ്ക്ക് കിട്ടുമെന്ന് പറഞ്ഞൊരു ഒരു സാധനം. അപ്പൊ എനിക്കിതൊന്ന് കയറി കാണാം, ഞാനൊരു ആർട്ടിസ്റ്റാണ്, ഞാനൊരു അമ്മയാണ്, നമ്മൾ അന്തസ്സായിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ ഞാനൊരു ആർട്ടിസ്റ്റാണ്, ഞാനൊരു അമ്മയാണ്, ഞാൻ അന്തസ്സായിട്ട് ജീവിക്കുന്ന വ്യക്തിയാണ്. വാവ്, ഇങ്ങനെ ജീവിക്കുന്നവരാണ് ഇവിടെ അന്തസ്സായിട്ട് ജീവിക്കുന്നവരെന്ന് പറയുന്നത്. എനിക്കറിയില്ലായിരുന്നു കേട്ടോ, ഇങ്ങനെയൊക്കെ ജീവിക്കുന്നതിന് അന്തസ്സായിട്ടാണ് ഇപ്പൊ ജീവിക്കുന്നതെന്ന് പറയുന്നത്. വാവ്, അതെനിക്കൊരു പുതിയ അറിവായിരിക്കുകയാണ് സുഹൃത്തുക്കളെ. നല്ല അറിവ്. അടുത്ത് പോരട്ടെ. ഈ ആർട്ടിസ്റ്റുകളുടെ പേര് ബാനർ യൂസ് ചെയ്തിട്ട് ചിലവർ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ എനിക്ക് അറിയണമെന്ന ഒരു ക്യൂരിയോസിറ്റി, അറിയണമെന്നല്ല, അവർക്ക് തക്കതായ പ്രശ്നങ്ങൾ, തക്കതായ വഴക്കുകളായാലും അല്ലെങ്കിൽ അതിൻ്റെതായ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനോട് സറൗണ്ട് നിൽക്കുന്ന ആൾക്കാർ അത് നിർത്തണം എന്ന് പറഞ്ഞിട്ട് ഞാൻ തപ്പി. ഞാൻ പറഞ്ഞു നീ പറ, ഇത്ര രൂപയ്ക്ക് തരാം. അപ്പൊ ഉടനെ അവർക്ക് തിരിച്ച് മെസ്സേജ് വരുന്നു, 500 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഫോട്ടോ ഇട്ട് തരാം, അവരുടെ ഫോട്ടോ. ഈ മാർക്കറ്റിംഗ് നോക്കിക്കോണം, ഇത് നടന്ന കാര്യമോ. ഞാൻ എന്നിട്ട് അത് കഴിഞ്ഞപ്പം ഫോട്ടോ ഇട്ടപ്പം ഒരു ഗ്രൂപ്പ് ഫോട്ടോ, അതായത് ഷൂട്ട് നടക്കുന്ന ഫോട്ടോയിൽ ഒരു 4-5 പേര് നിൽക്കുക, അതിനകത്ത് ഒരു 3-4 പെണ്ണുങ്ങളുണ്ട്. ഈ ഫോട്ടോയിൽ ആരാണെന്ന് അറിയത്തില്ല.
അതിന് പ്രമുഖമായിട്ടൊരു സീരിയലിന്റെ സെറ്റാണത്. ആ സീരിയലിലുള്ള കുറച്ച് ആർട്ടിസ്റ്റുകളെ വെച്ചിട്ടാണ്. അപ്പൊ ഞാനൊക്കെ ഇവരെയൊക്കെ എനിക്കറിയാലോ, അതിനകത്ത് 2-3 പേരെ എനിക്കറിയത്തില്ല, സപ്പോർട്ടിങ് ആർട്ടിസ്റ്റുവാ. അപ്പൊ ഞാൻ ഇതിനകത്ത് ആരാണെന്ന് ചോദിക്കാൻ പറ, നമ്മൾ പൈസ കൊടുക്കാൻ തന്നെ പറയാൻ പറഞ്ഞു. അപ്പൊ എനിക്കും അറിയണമെന്നുള്ളൊരു ഇതായി. അപ്പം ഉടനെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു വീണ്ടും ഒരു 500 ഇട്ട് കൊടുത്ത് ഇതിനകത്ത് ആരാണെന്ന് പറയാം എന്ന് പറഞ്ഞു. അടുത്തത് വന്നു 500 ഇട്ട് കൊടുത്തു. ഉടനെ ആ ഫോട്ടോ വന്നു കഴിഞ്ഞപ്പം ഇന്ന ലേഡിയാണ്, ഇന്ന ലേഡിക്ക് ഇത്ര കൊടുത്ത് ഇന്ന നൈറ്റ് വരും, ആർട്ടിസ്റ്റ് ആണ്. നോക്കിയപ്പം ഏതോ ഒരു സീനിൽ ഏതോ ഒരു ചെറിയൊരു വേഷം സപ്പോർട്ടിങ് ആർട്ടിസ്റ്റ് ആയിട്ട് വന്ന് നിൽക്കുന്നവളാണ് പറഞ്ഞത് ആർട്ടിസ്റ്റ് എന്നുള്ള പേര്. ഈ സാധനമാണ് ഇവിടെ ആർട്ടിസ്റ്റ് എന്നുള്ള പേര്. അപ്പോഴേ ഞാൻ എന്റെ കോർഡിനേറ്ററിനെ വിളിച്ചു, ആ സീരിയലിന്റെ കോർഡിനേറ്റർ നമ്പർ എടുത്തു, ചേട്ടനെ വിളിച്ചു, ചേട്ടാ ഇന്ന നമ്പറിൽ ഇങ്ങനെയൊക്കെ മെസ്സേജ് വന്നുകൊണ്ടിരിക്കുന്നത് ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. അവരെങ്ങനെ ജീവിച്ചോട്ടെ, എങ്ങനെ ജീവിച്ചോട്ടെ, അത് അവരുടെ ഇഷ്ടം. പക്ഷേ ഒരു ബാനർ വെച്ച് ആർട്ടിസ്റ്റ് എന്നൊരു ബാനർ വെച്ചിട്ട് ഇങ്ങനെ സമൂഹത്തിനെ നശിപ്പിക്കുന്ന ആൾക്കാരാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്നത്. അത് ഇല്ലാതാക്കണമെന്ന് പറഞ്ഞാൽ ചേട്ടനെ വിളിച്ച് പറഞ്ഞു, അവർക്ക് അവിടെ പ്രശ്നങ്ങളായി. അങ്ങനെയൊക്കെ ഇതാണ് ഞാൻ പറഞ്ഞത്. സമൂഹം എങ്ങനെയാണ് ഇപ്പോൾ ഒരു ഡോക്ടറിന്റെ കൂടെ നിൽക്കുന്ന ഒരു ഡോക്ടർ എന്ന് പറഞ്ഞാൽ ഫേക്ക് ആയിട്ടായിരിക്കും ഡോക്ടറിന്റെ കൂടെ നിൽക്കുന്നത് ഇന്ന ആളെ കിട്ടും എന്ന് പറയുന്നത്. ചിലപ്പോൾ ഒരു വക്കീലിന്റെ ആയിരിക്കും, ചിലപ്പോൾ ഒരു എഞ്ചിനീയർ ആയിരിക്കും. എല്ലാ മേഖലയിലും ഇവരുടെ പേര് പറഞ്ഞ് മിസ്യൂസ് ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞ ഇങ്ങനെയുള്ള സമൂഹമാണ് ഇത്. അപ്പം അങ്ങനെ ജീവിക്കാത്തത് കൊണ്ടാണോ അങ്ങനെ ജീവിക്കുന്ന, അതായത് ഞാൻ അങ്ങനെ പിഴച്ച് ജീവിക്കണം. ആ പിഴച്ച് ജീവിക്കാതെ ഒരാളെ കൂടെ ഇപ്പൊ സജന പറയുന്നു, ഇപ്പൊ ദുബായിൽ നമ്മൾ പോയി നോക്കും. ഇപ്പം ദുബായ് എന്നൊരു പേരുണ്ട്. ആ ദുബായ് എന്ന് പറയുമ്പോൾ തന്നെ ആ ദുബായിൽ ഒരു പെണ്ണ് സിംഗിൾ ആയിട്ട് പോയി കഴിഞ്ഞാൽ അവിടെ മറ്റേ കാര്യത്തിന് പോയി എന്ന് പറയുന്ന ഒരു കാലം. ഈ ദുബായ് പോകുന്നത് ചിലപ്പം അവൾ ഇഷ്ടപ്പെടുന്ന ഒരാളോടെ ആയിരിക്കും. അപ്പം പറഞ്ഞുണ്ടാക്കുന്നത് എന്താ, ചിലപ്പോൾ ദുബായിന്നോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥലത്തോട്ട് പോകുകയാണെങ്കിൽ പറയും അവള് പോകുന്നത് മറ്റേ പണി ഉണ്ടാക്കാൻ എന്ന് പറഞ്ഞ് ഒരു സ്ഥലത്തിനെ വെച്ചിട്ട് ഫെസിഫൈ ചെയ്ത് പറഞ്ഞ കുറെ അലിഗേഷൻ വരുന്ന ആൾക്കാരുണ്ട്. കുറെ ആർട്ടിസ്റ്റുകൾ അങ്ങനെ നമ്മുടെ വന്ന് പറഞ്ഞ് നമ്മൾ തന്നെ ഡിസ്കസ് ചെയ്യുന്ന പറയും ഇങ്ങനെ എന്തൊക്കെയാണ് കേൾക്കുന്നത്, എന്തൊക്കെയാ പറയുന്നത് എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അപ്പൊ തന്നെ ഞാൻ വിചാരിക്കും എന്താണ് ഈ ലോകം, ഒരാളെ ദൂഷിക്കാൻ എന്തൊക്കെയാണ് ഈ ആൾക്കാർ പറഞ്ഞുണ്ടാക്കുന്നത്. ഒരറ്റ തള്ളു എന്നാ വിടി അമ്മച്ചിയുടെ മാവുങ്കലം. ഇവിടെ 500 രൂപ അല്ലെങ്കിൽ പോട്ട് പൈസയ്ക്ക് വേണ്ടി സ്വന്തം മാനം വിറ്റ് ജീവിക്കുന്നവർക്ക് ഇതിനേക്കാളും അന്തസ്സുണ്ടാ. ഒരുത്തന് സ്നേഹിച്ച് അങ്ങനെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ 3 കോടി ചോദിക്കുന്നതും അല്ലെങ്കിൽ കോടികളും ലക്ഷങ്ങളും ചോദിച്ച് ഹണി ട്രാപ്പ് നടത്തുന്നതിനേക്കാളും അന്തസ് മാനം വിറ്റ് ജീവിക്കുന്നവർക്കുണ്ട്. ഞാൻ സപ്പോർട്ട് ചെയ്യുകയല്ല അവരെ, ഞാൻ പറയുന്നതാണ്. ഓക്കെ ഇതിനേക്കാളും അന്തസ് അതിനുണ്ട്. കഷ്ടം. അയ്യോ ഇവള് തമ്പുരാട്ടി, ബാക്കിയെല്ലാം ഉമ്പുരാട്ടി. എന്നെ കൊണ്ട് വാതുറപ്പിക്കല്ലേ. നീ എന്തിനാടി ഈ നമ്മളെ പോലെയുള്ളവന്മാരൊക്കെ ചൊറിയുന്നത്? എന്ത് തെറ്റാണ് നിന്നോട് ഞങ്ങൾ ചെയ്തത്? നമ്മള് മറ്റേ ഉണ്ണാക്കന്മാരല്ലേ, 7ാം കൂലി അല്ലേ ശരിയാക്കി തരാം. ആർട്ടിസ്റ്റ് അല്ലല്ലോ, അത് ആർട്ടിസ്റ്റ് ആവട്ടെ. അപ്പോഴല്ലേ കോൺട്രവേഴ്സിയും കണ്ടന്റ് വിട്ടിട്ട് പൈസ പറ്റത്തുള്ളൂ ചാനലുകാരല്ല ഇങ്ങനെയുള്ള യൂട്യൂബേഴ്സിന്. അവർക്ക് ജീവിക്കണ്ടേ ശാലു. അതൊരു ആർട്ടിസ്റ്റ് ആയിരുന്നെങ്കിൽ അവർ ആഘോഷിച്ചേനെ. പക്ഷെ നാടിന് നന്മ വരുന്ന കാര്യങ്ങൾ ഇനിയും ഇങ്ങനെ ഒരു സാധനം നടക്കരുത് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സാധനം നടക്കരുത് എന്ന് പറഞ്ഞ് അതെടുത്ത് അവർ പൈസ ഇട്ട് അവർ പൈസ ഉണ്ടാക്കിക്കോട്ടെ. ഇല്ലാത്ത കഥകൾ അല്ലെങ്കിൽ നമ്മളെ പറഞ്ഞുണ്ടാക്കാത്ത കുറെ അലിഗേഷൻ വെച്ച് 3 കോടി മേടിച്ചു എന്ത് കേസായിരുന്നു, ഹണി ട്രാപ്പ് ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ ഒരാളെ വേദനിപ്പിക്കുകയാണ് വേണ്ടത്. അവർക്ക് കാരണം ഞാൻ ആർട്ടിസ്റ്റ് അല്ലേ, എന്നെ വെച്ച് ജീവിക്കണ്ടേ, എന്നെ നല്ല ആർട്ടിസ്റ്റുകളെ കൊണ്ട് ജീവിക്കണ്ടേ. അതെ, നിങ്ങളെ വെച്ചിട്ടാണ് നമ്മളിപ്പോ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഡെയിലി ഈ ബോഡി ഒന്നും ചുമ്മാലും തള്ളാ. പിന്നെ ഇവള് പറഞ്ഞല്ലോ, അതായത് നമ്മൾ റിലവന്റ് ടോപ്പിക്കുകൾ എടുക്കുന്നില്ല എന്നുള്ള രീതിയിൽ. ഈ നെടുമങ്ങാട് നടന്ന റീസെന്റ് ഇഷ്യൂ, അതുപോലെ ഒരു കൊച്ചിന് ജന്മം നൽകിയിട്ട് ജന്നൽ വഴി വലിച്ചെറിഞ്ഞ്, ഇതെല്ലാം വീഡിയോ ചെയ്ത് അല്ല നിന്റെ പണാധികാരം മാത്രമല്ല ചെയ്യുന്നത്. പിന്നെ നിന്റെ വീഡിയോ ഇപ്പൊ ചെയ്തതിന്റെ റീസൺ നിന്റെ ഈ ചൊറിച്ചില് ഫിറോസ് അണ്ണൻ കണ്ട് തന്നല്ല, അണ്ണാക്കിൽ അണ്ണ നോളത്തിൽ വാങ്ങിച്ചു വെച്ചോ, ആവശ്യം വരും. അതുകൊണ്ട് ദയവ് ചെയ്ത് എന്നെയും അദ്ദേഹത്തിനെയും ഇങ്ങനെ ക്രൂശിക്കരുത്. ഞങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ വന്ന് പബ്ലിക്ക് ഞങ്ങൾ പറഞ്ഞോളാം. അപ്പൊ അദ്ദേഹത്തിന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അദ്ദേഹം വന്ന് പറയട്ടെ അല്ലെ. സജിനെ എന്നെ ഇത്ര പറ്റിച്ചു, അല്ലെങ്കിൽ 2 കോടി 3 കോടി 10 കോടി അല്ലെങ്കിൽ എന്നെ ഹണി ട്രാപ്പ് ചെയ്തു അദ്ദേഹം ഒന്ന് പറയട്ടെ. അല്ലെങ്കിൽ ഞാൻ പറയട്ടെ എന്നെ അയാൾ ഇത്രയും ചെയ്തു, എന്നെ ഇങ്ങനെ ചതിച്ചു, അങ്ങനെ ചെയ്തു. ഞങ്ങൾ രണ്ടുപേരും പറയാത്ത കാലം എന്തിനാണ് ഈ വൃത്തികെട്ട രീതിയിൽ ഞങ്ങൾ സബ്ജക്ട് ഇപ്പോഴും നല്ല രീതിയിൽ സഹകരിച്ച് നല്ല രീതിയിൽ ഫ്രണ്ട്ഷിപ്പിന് പോകും, നല്ല ഫ്രണ്ട്ഷിപ്പായിട്ട് പോകുന്ന ഒരു നല്ല ബന്ധങ്ങളാണ്. അത് ദയവ് ചെയ്ത് ഇങ്ങനെയുള്ള വൃത്തികേട് പറഞ്ഞിട്ട് ഇല്ലാതാക്കരുത് പ്ലീസ്. എനിക്ക് അതേ പറയാനുള്ളൂ. പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ നാളെ പറഞ്ഞോളാം. ചിലപ്പോൾ പറയത്തില്ലായിരിക്കാം, അതിന്റെ ഞങ്ങളുടെയൊക്കെ പേഴ്സണൽ ഇഷ്ടങ്ങളാണ്. പക്ഷെ എങ്ങനെയുള്ള അലിഗേഷൻ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് നിയമവശ തീർന്നു. എന്തിനാ വെറുതെ നിങ്ങൾ കഴിഞ്ഞു പോകുന്ന കുറെ യൂട്യൂബ് ചാനൽസ് ആൾക്കാരുണ്ട്, അങ്ങനത്തെ ചാനലൊക്കെ വേണ്ടേ? എന്തെങ്കിലും നല്ല കാര്യങ്ങൾ പറഞ്ഞ് നല്ല രീതിയിൽ തിന്ന്. അത് തന്നെയാണല്ലോ നിങ്ങളെ കുഞ്ഞുങ്ങളും തിന്നത്. ആ കുഞ്ഞുങ്ങൾ എന്ത് തെറ്റിയത്? വെറുതെ എന്തിനാണ് ആ കുഞ്ഞുങ്ങളെയും കൂടെ പിന്നെ അത് പിടിച്ചിട്ട് ഇത്രയും വിഷം, അതിനെക്കാട്ടും നല്ലത് നിങ്ങൾ കുറച്ച് വിഷം മേടിച്ച് ആ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത് നല്ലത്. എന്തായാലും ഞാൻ സിംഗിളാണ്, എനിക്ക് കുഞ്ഞുങ്ങളില്ല. പിന്നെ നീ ഇത്രയും തന്തയില്ലായ്മ ചെയ്ത് ഈ ഒരു ഭർത്താവ് ഇരിക്കെ തന്നെ പലവന്മാരോടെ പോയതിനേക്കാളും നല്ലത് നിന്റെ കുഞ്ഞുങ്ങൾക്ക് വിഷം മേടിച്ചു കൊടുക്കാൻ ഞാൻ പറയത്തില്ല. കാരണം അത്രയും വൃത്തികെട്ട വർത്തമാനം ഞാൻ പറയത്തില്ല. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ തന്തയില്ലാത്തവനല്ല. ഓക്കെ, നീ പറഞ്ഞത് അത് വൃത്തികെട്ട വർത്തമാനമാണ്. കുഞ്ഞുങ്ങൾക്ക് വിഷം മേടിച്ചു കൊടുക്കാൻ പറഞ്ഞ നിന്റെ ആ ഒരു മൈൻഡ് സെറ്റാണ് ഞാൻ ആലോചിക്കുന്നത്. അത്രത്തോളം വിഷമാണ് നീ, നിനക്ക് അത്രേ ഉള്ളൂ കേട്ടാ. ഓക്കെ, എന്തായാലും നിന്നെ പോലത്തെ അത്രയും ചീഞ്ഞ വർത്തമാനം ഞാൻ തിരിച്ചങ്ങോട്ട് പറഞ്ഞു സംസാരിക്കത്തില്ല. പക്ഷേ നീ ഒന്ന് ആലോചിക്കുക, നിനക്ക് കുഞ്ഞുങ്ങളുണ്ടല്ലോ, ആ കുഞ്ഞുങ്ങളെ പോലും മനസ്സിലാക്കാണ്ട് ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പോലും ജീവിക്കാണ്ട് പലവന്മാരുമായിട്ട് പോയി നടന്ന ചരിത്രം ഇപ്പൊ പുറത്തു വന്നിട്ടുണ്ട്. നീ അതിന് ന്യായീകരണം പറയടി, അതിന് ന്യായീകരണം പറ. അല്ലാണ്ട് നീ വന്നിരുന്ന്
ബാക്കിയുള്ളവന്മാരെ പറഞ്ഞിട്ട് അല്ലെങ്കിൽ യൂട്യൂബേഴ്സിനെ പറഞ്ഞിട്ട് അവരുടെ കുഞ്ഞുങ്ങൾക്ക് ഇതിനേക്കാളും വിഷം മേടിച്ചു കൊടുക്കാൻ പറയുന്നതിനേക്കാളും നല്ലത് ഞാൻ വേറൊരെണ്ണം പറഞ്ഞുതരാം. നീ പേഴ്സണലി എനിക്ക് മെസ്സേജ് അയക്കും, ഞാൻ പറഞ്ഞുതരാം എന്ത് ചെയ്യണോ. കേട്ടാ, വീഡിയോയിൽ പറയാൻ എനിക്ക് പറ്റുന്നില്ല, പറയത്തില്ല. അല്ലാതെ ഒരാളെ ക്രൂശിച്ച് ഇല്ലാ കഥകളെല്ലാം പറഞ്ഞാലോ നിങ്ങളുടെ ആരാണ് പറഞ്ഞത്? ഞാൻ വന്ന് പറഞ്ഞു, അദ്ദേഹം വന്ന് പറഞ്ഞു. എന്തിനാണ് ഷോണി ഇങ്ങനെയുള്ള അലിഗേഷൻ പറയേണ്ടത്? അല്ലെങ്കിൽ ഞങ്ങൾ ആരോ ഒരാൾ വന്ന് പറഞ്ഞു വേണം, അതാണ് ഇട്ട് കാണിക്കുന്നെങ്കിൽ ഓക്കെ. ഇത് കഥകൾ ഉണ്ടാക്കിയ ആൾക്കാർക്കുള്ള പണി ഞാൻ കൊടുക്കുന്നുണ്ട്. കഥകൾ ഉണ്ടാക്കിയ ആൾക്കാർക്ക് അത് ലീഗലി തന്നെ ഞാൻ മൂവ് ചെയ്തിട്ടുണ്ട്. ലീഗലി തന്നെ അതിന്റെ അവർക്ക് വരുന്ന വഴി ഞാൻ പറയാതെ തന്നെ അവർക്കുള്ള കാര്യങ്ങളൊക്കെ കിട്ടിക്കോളും. ഓ ആയിക്കോട്ടെ മാഡം, നമ്മൾ കഥകൾ ഉണ്ടാക്കി ബാലരമയിൽ പബ്ലിഷ് ചെയ്യാൻ പോണം. എന്റെ പൊന്നു ചേച്ചി, അപ്പൊ ഈ ഫിറോസ് ഭായ് പറഞ്ഞതെല്ലാം കഥകളാണോ? ചേച്ചി ഒന്ന് പറ. ചേച്ചി അങ്ങ് മറ്റേ അടുത്ത വർത്തമാനം പറയുന്നുണ്ടല്ലോ, നിങ്ങൾ പണ്ട് മുതലേ സ്വന്തമായിട്ട് ലൈവ് ഇട്ടും ഇന്റർവ്യൂ ഇട്ടും വന്നിരുന്ന് കൊണയടിച്ച് നിങ്ങളെ അങ്ങോട്ട് വെള്ള പൂശി കയറ്റി ബാക്കിയുള്ളവന്മാരെ വെറും ഉണ്ണാക്കന്മാരാക്കി നിങ്ങൾ നേരത്തെ സംസാരിക്കും. ഫിറോസ് ചെറ്റയാണെന്ന് നിങ്ങൾ പറയുമ്പോൾ അതിനേക്കാളും വലിയ ചെറ്റയാണ് നിങ്ങളെന്ന് നിങ്ങൾ മറന്നുപോയി. ഓക്കെ, എന്തായാലും ഫിറോസ് ബായ്, ബിഗ് സല്യൂട്ട്. ഓക്കെ, എനിക്ക് കൂടുതലൊന്നും പറയാനില്ല, എക്സ്പോസ് ചെയ്തല്ലോ, നല്ല കാര്യം. അതുപോലെ ഇൻഡാസ് ഇപ്പൊ ഉണ്ടാക്കിക്കളയെന്ന് പറയുന്നുണ്ടല്ലോ, എന്തായാലും വേറെ ഒന്നും വേണ്ട, യൂട്യൂബിലൊക്കെ വന്നിട്ടുള്ള സാധനങ്ങൾ തന്നെയാണ് നമ്മൾ സംസാരിച്ചിട്ടുള്ള തെളിവ് സഹിതം 3 പാർട്ട് 1, 2, 3 ഫിറോസ് ഭായിയുടെ വീഡിയോ എടുത്ത് സ്റ്റേഷനിൽ കൊടുത്താൽ മതി, നമ്മൾ സേഫാ. പിന്നെ ഇനി പോലീസുകാർ പറയും ബാക്കി എന്താണെന്ന്. ഒന്നും പറയാനില്ല. VD സതീശൻ സാറേ, ഈ തീട്ട കേസിൽ തലവയ്ക്കാൻ നിൽക്കല്ലേ നിങ്ങൾ മൂഞ്ചും ഉള്ള കാര്യം പറയാം. ഇനി കുറേ ഇതിനു ശേഷം കൊണയടിച്ച് തള്ളി മറിക്കുന്നുണ്ട്, എനിക്ക് കേട്ടപ്പോൾ പിരുത്ത് കയറി വിട്ട്. ഓക്കെ, ഇത്രേ പറയാനുള്ളൂ. നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പെടുത്താൻ പുതിയ വീഡിയോ കിട്ടണം. ബൈ.